നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SC/ST വിഭാഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പോസ്റ്ററിൽ നൽകി പ്രചാരണം നടത്തിയത് ശരിയായില്ലെന്ന് കെ മുരളീധരൻ MP. ലോകചരിത്രത്തിൽ ആദ്യമായാണ് 80 വയസ്സുള്ള മുത്തശ്ശിമാർ പോലും പെൻഷൻ കിട്ടാനായി ഒരു സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ആയുർവേദ മേഖലയുടെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്നത് വ്യത്യസ്തങ്ങളായ പദ്ധതികളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. SC/ST വിഭാഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പോസ്റ്ററിൽ നൽകി പ്രചാരണം നടത്തിയത് ശരിയായില്ലെന്ന് കെ മുരളീധരൻ MP. അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പബ്ലിസിറ്റി നടത്തരുതെന്നും മുരളീധരൻ പറഞ്ഞു. കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര പോസ്റ്റർ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു MP. അതിപ്പോ സാധാരണ LDF പൗരപ്രമുഖരുമായിട്ടുള്ള ചർച്ചയാണ്. ഞങ്ങൾ പരാതി ഉള്ള ആളുകളുമായിട്ടുള്ള കൂടിച്ചേർത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്താൻ ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയുന്നത് അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ആരുമായിട്ടും കാണാൻ സംസാരിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇതൊന്നും പറ്റില്ല. പക്ഷേ SC/ST എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നത് അവർ നേരെ മറിച്ച് അവരുടെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ആളുകളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസ് എഴുതുന്നത് ഒരു വളരെ മോശപ്പെട്ട ഏർപ്പാണ്. അങ്ങനെ ഒരു സംസ്കാരം ശരിയല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകചരിത്രത്തിൽ ആദ്യമായാണ് 80 വയസ്സുള്ള മുത്തശ്ശിമാരെ പോലും പെൻഷൻ കിട്ടാനായി ഒരു സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. NDA ചെയർമാൻ K സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDA ചെയർമാൻ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര കോഴിക്കോട് മണ്ഡലത്തിൽ പര്യടനം നടത്തി. കോഴിക്കോട് മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഉദ്ഘാടനം മുതലക്കുളത്ത് നടന്ന ചടങ്ങിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് നിർവഹിച്ചു. കാട്ടാനകളും വെള്ളാനകളും കാരണം മലയാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലും കിഴക്കൻ മലയോര മേഖലകളിലും കാട്ടാനകൾ മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയാണ്. ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെടുന്നു. എന്നാൽ പിണറായി വിജയനും 20 പേരുമടങ്ങുന്ന വെള്ളാനകൾ ജനവിരുദ്ധ നിലപാടുകൾ കൊണ്ട് മലയാളികളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ഈ പദയാത്ര CPM ശക്തി കേന്ദ്രങ്ങളിലൂടെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ പദയാത്രയ്ക്ക് അത്ഭുതകരമായ ജനപിന്തുണയാണ് ഈ കേന്ദ്രങ്ങളിലെല്ലാം ലഭിച്ചിട്ടുള്ളത്. നേരം വെളുക്കുന്നത് വരെ നിന്നു കക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവുമെന്ന് NDA ചെയർമാൻ K സുരേന്ദ്രൻ പറഞ്ഞു. അതിന് ഓശാന പാടുകയാണ് വിപ്ലവകാരികൾ ചെയ്യുന്നതെന്നും കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇങ്ങനെ അഴിമതി നടത്തിയ ശേഷം സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. കപിൽ സിബലിനെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ നാണം കേട്ട് തിരിച്ചു പോരേണ്ട ഗതികേടാണ് കേരള സർക്കാരിനുണ്ടായിരിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മേജർ രവി, സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, ചേറ്റൂർ ബാലകൃഷ്ണൻ, KP ശ്രീശൻ, VV രാജൻ, P രഘുനാഥ്, KP പ്രകാശ് ബാബു, NP രാധാകൃഷ്ണൻ, E പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുതലക്കുളത്തു നിന്നും തുടങ്ങിയ യാത്ര മോഡേൺ ബസാറിൽ സമാപിച്ചു. രാവിലെ വളയനാട് ക്ഷേത്ര സന്ദർശനം നടത്തിയ ശേഷം മാറാട് സന്ദർശിച്ച K സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുർവേദ മേഖലയുടെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്നത് വ്യത്യസ്തങ്ങളായ പദ്ധതികളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്.
ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചത്. അയിലാട് തപ്പുനായർ സംഭാവനയെ നൽകിയ സ്ഥലത്താണ് ആയുർവേദ ആശുപത്രി യാഥാർത്ഥ്യമായത്. കരുമല ഉപ്പുംപെട്ടിയിൽ നിർമ്മിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിനുകളിൽ ആയുർവേദത്തിന്റെ സാധ്യത കൂടി പ്രചരിപ്പിക്കാൻ കേരളം എപ്പോഴും തയ്യാറാവാറുണ്ടെന്നും വയോജന ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ആയുർവേദത്തിന് പ്രധാന പങ്കാളിത്തം വഹിക്കാനാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആയുഷ് വകുപ്പിന്റെ കീഴിൽ വ്യത്യസ്ത പദ്ധതികളാണ് ആയുർവേദ മേഖലയുടെ വികാസത്തിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിനുകളിൽ ആയുർവേദത്തിന്റെ സാധ്യത കൂടി പ്രചരിപ്പിക്കാൻ കേരളം എപ്പോഴും തയ്യാറാകാറുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത ആയുർദൈർഘ്യം വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വയോജന ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആയുർവേദത്തിന് പ്രധാന പങ്കാളിത്തം വഹിക്കാനാകും. ഇവിടെ ശ്രീ അയിലാട് തപ്പുനായർ സംഭാവന നൽകിയ സ്ഥലത്താണ് ഈ ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. KM സച്ചിൻദേവ് MLA അധ്യക്ഷനായിരുന്നു. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിച്ചു, അബ്ദുള്ള മാസ്റ്റർ, ഷബ്ന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PC ജസി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട്ട് നടത്തിയ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിക്ഷേപകരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ UL സൈബർ പാർക്കിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ ഒന്നും നന്നാവില്ലെന്ന കാലത്ത് നിന്നും ഇവിടെയും സാധ്യമാണ് എന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. അതിന്റെ ഭാഗമാണ് സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ഒരു കൊല്ലം 96,000 സംരംഭങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിടത്ത് 1,00,000-ലധികം സംരംഭങ്ങൾ സംസ്ഥാനത്തുണ്ടായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെയും സാധ്യമാണ് എന്നൊരു സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് നാം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ. ഒരു കൊല്ലം 96,000 സംരംഭങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയതെങ്കിൽ 1,00,000-ലധികം സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല സമ്പദ്ഘടനയ്ക്ക് അത് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. വാക്കറു ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് V മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ഗിരീഷ് I വിഷയാവതരണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ സുജാത കൂടത്തിങ്കൽ, KSSIA പ്രസിഡന്റ് M അബ്ദുറഹിമാൻ, KSSIDC കോഴിക്കോട് മേഖലാ DGM MT ബിനിൽ കുമാർ, ലീഡ് ബാങ്ക് മാനേജർ മുരളീധരൻ TM തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു, മാനേജർ നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടന്ന DDU GKY യുവ കേരള അലുമിനി മീറ്റ് സ്പെക്ട്ര 2K24 മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു.
18നും 35നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കായി കേരള സർക്കാരിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ യുവ കേരളം പദ്ധതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന DDU GKY പദ്ധതികളിലൂടെയും വിവിധ മേഖലകളിൽ തൊഴിലധിഷ്ഠിത സൗജന്യ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കി ജീവിത വിജയം കൈവരിച്ചവരെയും പരിശീലനാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് ജില്ലാതല സംഗമം സംഘടിപ്പിച്ചത്. ചിന്താവളപ്പ് മജസ്റ്റിക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാന പശ്ചിമഘട്ടങ്ങൾക്ക് മാത്രം സാർവദേശീയമായി ഉയർത്തിപ്പിടിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മഹത്തായ ഒരു പദ്ധതിയായിരുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി കേരളം ആരംഭിച്ച കുടുംബശ്രീ. ഉദ്യോഗാർത്ഥികൾക്കുള്ള ഓഫർ ലെറ്റർ വിതരണവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK നാസർ, CDS ചെയർപേഴ്സൺമാരായ ബിന്ദു ജെയ്സൺ, KK ജാസ്മിൻ, CDS അംഗം KV വിദ്യ, ധർമ്മഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ പ്രതിനിധി സിസ്റ്റർ ഡാലിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുവണ്ണൂർ ESI ലോക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി M. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ESI അംഗമാകുന്നതിനുള്ള വരുമാന പരിധി വർദ്ധിപ്പിക്കുക, ESI അംഗമായ PF പെൻഷൻകാർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുക, എംപാനൽ ആശുപത്രികളിൽ എല്ലാ വിഭാഗം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി M. ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അവസാനം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പേയും ശേഷവും എല്ലാം നേടിയെടുത്ത ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, സംരക്ഷണം ഇതെല്ലാം ഒക്കെ കൂടി കെട്ടിക്കൂട്ടി ഒഴിവാക്കി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിൽ നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കിയിരിക്കുക, തൊഴിൽ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുക. എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, ഒന്നും തൊഴിലാളിക്ക് വേണ്ടിയിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ 2 ബഡ്ജറ്റ്, ഏറ്റവും അവസാനം അവതരിപ്പിച്ച 2 ബഡ്ജറ്റിലും തൊഴിലാളി എന്ന് പറയുന്ന, തൊഴിലാളി ക്ഷേമം എന്ന് പറയുന്ന ഒരു വാക്കുപോലും സർക്കാർ പ്രയോഗിച്ചിട്ടില്ല. എല്ലാം കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത്. AITUC ഏരിയ പ്രസിഡന്റ് O. ഭക്തവത്സലൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം M. രാജൻ, AITUC ജില്ലാ സെക്രട്ടറി PK നാസർ, P. പ്രവീൺ കുമാർ, T. ഉണ്ണികൃഷ്ണൻ, M. വാസുദേവൻ, N. പ്രദീപ് കുമാർ, P. ഗിരീഷ്, M. സതീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. റോട്ടറി ഇന്റർനാഷണൽ 3204ന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ കോർഡിനേറ്റേഴ്സിനും അസിസ്റ്റന്റ് ഗവർണേഴ്സിനും കോഴിക്കോട് സെമിനാർ സമർപ്പണം സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബിന്റെ സേവനം ഏതെല്ലാം മേഖലകളിലൂടെ സാധാരണക്കാർക്ക് എത്തിക്കാമെന്ന് ബോധവൽക്കരിക്കുകയാണ് പഠന സെമിനാർ ലക്ഷ്യമിടുന്നത്. ഹോട്ടൽ താജ് ഗേറ്റ് വേയിലാണ് 3 ദിവസങ്ങളിലായി റോട്ടറി ഇന്റർനാഷണൽ 3204ന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ കോർഡിനേറ്റേഴ്സിനും അസിസ്റ്റന്റ് ഗവർണേഴ്സിനും സെമിനാർ സമർപ്പണം സംഘടിപ്പിച്ചത്. റോട്ടറി ഇന്റർനാഷണൽ ഡയറക്ടർ PDG രാജു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബിന്റെ സേവനം ഏതെല്ലാം മേഖലകളിലൂടെ സാധാരണക്കാർക്ക് എത്തിക്കാമെന്ന ബോധവൽക്കരണമാണ് സെമിനാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റോട്ടറിയും സമൂഹവുമായി ബന്ധിപ്പിക്കുന്നതാണ് സെമിനാറെന്ന് ഡോക്ടർ സന്തോഷ് ശ്രീധർ വ്യക്തമാക്കി. ശില്പശാലയിലൂടെ ഈ സോണൽ കോർഡിനേറ്റർക്കും അസിസ്റ്റന്റ് ഗവർണർമാർ അടുത്ത വർഷം റോട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റ് സ്റ്റെഫനി എർച്ചിക് വിഭാവനം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഈ വർഷം നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് വിഭാവനം ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് ഗോൾസും ഡിസ്ട്രിക്ട് പ്രയോറിറ്റീസും വളരെ ശക്തമായി എല്ലാ ക്ലബ്ബുകളിലൂടെ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ റോട്ടറി പ്രവർത്തനങ്ങളും അതുപോലെ സമൂഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഒരു ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ അധ്യക്ഷനായിരുന്നു. പ്രമോദ് V. നായനാർ, ഡോക്ടർ സുധാകരൻ, CR നമ്പ്യാർ, C. സുനിൽകുമാർ, മുൻ ഗവർണർമാരായ സുനിൽ സഖറിയ, ഡോക്ടർ ജോർജ് സുന്ദർരാജ്, ശ്രീധരൻ നമ്പ്യാർ, രാജേഷ് സുഭാഷ്, രാജ്യാന്തര പരിശീലകൻ ജയഗോപാൽ ചന്ദ്രശേഖരൻ എന്നിവർ
വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നിന്നും കൂടുതൽ വിമാന സർവീസുകൾക്ക് സാധ്യതയെന്ന് ഉന്നതതല യോഗം. വിമാനത്താവള അതോറിറ്റിയുടെ സഹകരണത്തോടെ അൽഹിന്ദ് ഗ്രൂപ്പാണ് യോഗം സംഘടിപ്പിച്ചത്. എംപിമാരും MLAമാരും മലപ്പുറം അസിസ്റ്റന്റ് കളക്ടറും വിവിധ വിമാന കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കരിപ്പൂരിൽ നിന്നും നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾക്ക് സാധ്യത തെളിയുന്നു. കോഴിക്കോട് വിമാനത്താവള അതോറിറ്റിയുടെ സഹകരണത്തോടെ അൽഹിന്ദ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമായി. മേഖലയിലെ MPമാർ, MLAമാർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്ടർ, ജില്ലാ കളക്ടർ, വിവിധ എയർലൈൻ കമ്പനി പ്രതിനിധികൾ മുതലായവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. അബ്ദുസമദ് സമദാനി MP അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് നിന്നും ഫാർ ഈസ്റ്റിലേക്ക്, പ്രത്യേകിച്ചും കൊലാലംപൂർ, ബാങ്കോക്ക് സെക്ടറുകളിലേക്ക് 4 മാസത്തിനകം സർവീസ് ആരംഭിക്കുമെന്ന് എയർ ഏഷ്യ പ്രതിനിധി കിഷോർ അറിയിച്ചു. ശ്രീലങ്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിറ്റ്സ് എയർ കോഴിക്കോട് കൊളംബോ സർവീസ് ആരംഭിക്കുമെന്ന് ഫിറ്റ്സ് എയർ ഹെഡ് ഓഫ് ഗ്ലോബൽ സെയിൽസ് അബ്ദുൾ ജലീൽ പറഞ്ഞു. കോഴിക്കോട് ജിദ്ദ സർവീസ് ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് ഫ്ലൈനാസ് കൺട്രി മാനേജർ സലീം അറിയിച്ചു. കോഴിക്കോട് ഡൽഹി ദിവസേന സർവീസ്, കോഴിക്കോട്ട് നിന്നും ഷാർജ, ദുബായ് എന്നീ സെക്ടറുകൾ ഉടൻ ആരംഭിക്കാൻ ശ്രമം നടത്തുമെന്ന് എയർ ഇന്ത്യ മാനേജർ ബിന്ദു പറഞ്ഞു. MK രാഘവൻ MP, എളമരം കരീം MP, TV ഇബ്രാഹിം MLA, മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ താക്കൂർ IAS, എയർപോർട്ട് ഡയറക്ടർ S സുരേഷ്, അൽഹിന്ദ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ്, മാനേജിംഗ് ഡയറക്ടർ PV വത്സരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഒളവണ്ണ പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്പോർട്സ് ലൈഫ് സെന്റർ നാടിന് സമർപ്പിച്ചു. ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും മാവത്തുംപടി ഗ്രൗണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും PT റഹീം MLA നിർവഹിച്ചു. പൊതുജനങ്ങൾക്കും കായിക താരങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സംസ്ഥാന കായിക വകുപ്പും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ചേർന്ന് പന്തിരാങ്കാവിൽ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിലാണ് ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന മാവത്തുംപടി ഗ്രൗണ്ടിന് പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ 50 ലക്ഷം രൂപയും MLAയുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഗ്രൗണ്ടിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും PT റഹീം MLA നിർവഹിച്ചു. എനിക്ക് സംശയമേതുമില്ലാതെ ഞാൻ എഴുതി കൊടുത്തത് മാവത്തുംപടി ഗ്രൗണ്ടാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചത്. സർക്കാരിൻ്റെ വ്യവസ്ഥ 50 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകണം എന്നാണ്. തത്തുല്യമായ തുകയാണ് സർക്കാർ അതിനു വേണ്ടി നീക്കിവെക്കുന്നത്. നമ്മുടെ കുന്നമല നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ഒരു പഞ്ചായത്തിന് കളിസ്ഥലം എന്നുള്ള ആ സ്വപ്നം നമ്മൾ ഇന്നിവിടെ യാഥാർത്ഥ്യം ആവുകയാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് PM റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M സിന്ധു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജവഹർ നഗറിൽ നടന്ന പരിപാടിയിൽ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കുംഭാഗം വണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വുമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം 1,12,000 രൂപ വില വരുന്ന ഹോണ്ട ആക്ടീവ സ്കൂട്ടറുകൾ 50% സബ്സിഡിയിൽ 56,000 രൂപയ്ക്കാണ് വനിതകൾക്ക് വിതരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജവഹർ നഗറിലെ അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം വണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി വലിയ വിജയകരമായി പൂർത്തീകരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതകളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തുന്നതിനായാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും കമ്പനികളുടെ CSR ഫണ്ട്, കോർപ്പറേറ്റ് ഫണ്ട്, ക്രൗഡ് ഫണ്ട്, മാർക്കറ്റിംഗ് ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ കമ്പനികളിൽ പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും അവർ പ്രവർത്തിച്ച് അവരുടെ
തൊഴിലാളികൾ പ്രവർത്തിച്ച് ലാഭവിഹിതം ഉണ്ടാകുന്നതിൻ്റെ 2% നിർബന്ധമായും ഈ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമുള്ളതാണ്. ആ നിയമപ്രകാരമുള്ള ഫണ്ടാണ് ഞങ്ങൾ വാങ്ങുന്നത്. ആ ഫണ്ട് നന്നായിട്ട് കമ്പനി നല്ല പെർഫോം ചെയ്ത കമ്പനികൾക്കാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ വിയർപ്പിന്റെ വിലയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ 56,000 രൂപ. അപ്പോൾ നിങ്ങൾ ഈ സാധനം ഈ വാഹനമായാലും എന്ത് ഉപകരണമാണെങ്കിലും ഞങ്ങളിൽ നിന്ന് കൈപ്പറ്റുമ്പോൾ നിങ്ങൾ അതിന്റെ മൂല്യം മനസ്സിലാക്കണം. മുത്തൂറ്റ് ഹോണ്ട സെയിൽസ് മാനേജർ സിബി സർവീസ് സംബന്ധിച്ച് ക്ലാസുകൾ നൽകി. സമഗ്ര പ്രതിനിധി സുനിൽ കുമാർ, ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഹാരിസ്, ഗ്രാമശ്രീ പ്രസിഡന്റ് ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. എൻ്റെ ആൾക്കാർക്കൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ്. ഓലെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരോടും പറയാനേ. ഇത് തന്നെ ബാക്കി പൈസ എല്ലാവരും കൂടി കുറേശ്ശെ എടുത്തിട്ട് വനിതകൾക്കായിട്ട് പല സംരംഭങ്ങളുമുണ്ട്. അപ്പം എനിക്ക് ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നരിക്കുനിയിൽ CDSന്റെ നാച്ചുറൽസ് ഫ്രഷ് വെജിറ്റബിൾ കിയോസ്ക് പ്രവർത്തനക്ഷമമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷിഹാന ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ബ്ലോക്കിലെ നരിക്കുനി CDSൽ നാച്ചുറൽസ് ഫ്രഷ് വെജിറ്റബിൾ കയോസ്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ നിർവഹിച്ചു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജവഹർ പൂമംഗലം അധ്യക്ഷത വഹിച്ചു. നാച്ചുറൽസ് ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാനയ്ക്ക് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ലൈല, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. അതായത് ബ്ലോക്ക് തലത്തിൽ നരിക്കുനി പഞ്ചായത്തിലാണ്, ചേളന്നൂർ ബ്ലോക്കിൽ നരിക്കുനി പഞ്ചായത്തിലാണ് ഇന്നിവിടെ പ്രവർത്തനം. നരിക്കുനിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരും DPM ആരതി പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K ദേവദാസൻ, CDS ചെയർപേഴ്സൺ വത്സല M തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ക്യൂരിയോസ് പാലിയേറ്റീവ് കെയർ കാർണിവൽ ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ IPMൽ നടക്കും. മ്യൂസിക്, ഡാൻസ്, ഫുഡ് സ്റ്റോളുകൾ, പാനൽ ചർച്ചകൾ എന്നിവ ക്യൂരിയോസിൽ ഉണ്ടാകുമെന്ന് കോർഡിനേറ്റർ പറഞ്ഞു. പല രീതിയിലുള്ള പരിശീലന പ്രവർത്തനങ്ങൾ, അതായത് ഇപ്പോൾ ഒരാള് രോഗി കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് ഒരു 200 പേരെങ്കിലും ഏത് സമയവും ഒരു സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആളുടെ സഹായത്തിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അത് ഏത് സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഹോം കെയർ തുടങ്ങിയിട്ടുള്ള 1 വർഷം 3000-ഓളം രോഗികളെ വരെ കാണുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ സംവിധാനത്തെ കുറിച്ചും പാലിയേറ്റീവ് കെയർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ നടക്കുന്ന രോഗി പരിചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭവ സമാഹരണം നടത്തുക, വോളണ്ടിയേഴ്സിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ ഈ പരിചരണം എല്ലാവരുടെയും ഒരു ലൈഫ് സ്കില്ലാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്യൂരിയോസിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ക്യൂരിയോസ് ഒരു കാർണിവൽ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തീം നമ്മൾ സെലിബ്രേറ്റിംഗ് കമ്പാഷൻ എന്നാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കമ്പാഷൻ എന്ന് പറഞ്ഞൊരു എലമെന്റിനെ അവിടെ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷത്തത് ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ചെസ്റ്റ് ഹോസ്പിറ്റൽ വിഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലാണ് എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ വർഷവും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വെസ്റ്റ് മാഹി പരുത്തിക്കണ്ടി പറമ്പ് ഫുട്പാത്ത് നാടിന് സമർപ്പിച്ചു. കോർപ്പറേഷൻ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഫുട്പാത്തിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൺവീനർ കൊല്ലത്ത് സുരേശൻ നിർവഹിച്ചു. ഡിവിഷൻ കൺവീനർ N പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. P ഷിബു, കുഞ്ഞോയി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശവാസികൾ ചേർന്ന് പായസ വിതരണവും നടത്തി. നെടുവട്ടം 50ാം ഡിവിഷനിലെ അമ്പലത്തിൽ ഫുട്പാത്ത് കോഴിക്കോട് കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി അധ്യക്ഷയായിരുന്നു. ഡിവിഷൻ കൺവീനർ KC അനൂപ്, KV അബ്ദുൾ സമദ്, C സന്തോഷ് കുമാർ, VS ലാലൻ, ഹനീഫ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
SC/ST വിഭാഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പോസ്റ്ററിൽ നൽകി പ്രചാരണം നടത്തിയത് ശരിയായില്ലെന്ന് കെ മുരളീധരൻ MP. ലോകചരിത്രത്തിൽ ആദ്യമായാണ് 80 വയസ്സുള്ള മുത്തശ്ശിമാർ പോലും പെൻഷൻ കിട്ടാനായി ഒരു സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ആയുർവേദ മേഖലയുടെ വികസനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്നത് വ്യത്യസ്തങ്ങളായ പദ്ധതികളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.